ക്ലാസ് ഇല്ലാത്ത സമയത്തും ചിലപ്പോൾ ക്ലാസ്സുള്ള സമയത്ത് പോലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാമങ്ങളിൽ പോവുകയും ആ ഗ്രാമങ്ങളിൽ നിന്ന് സ്കെച്ച് ചെയ്യുകയും അങ്ങനെ സ്കെച്ച് ചെയ്ത് അതിൽ നിന്ന് പിന്നെ കോമ്പോസിഷൻസ് ഉണ്ടാക്കിയാണ് ചിത്രം വരയ്ക്കുന്ന ഒരു രീതി ഞങ്ങളെല്ലാവരും പഠിച്ചിരിക്കുന്നത് അവിടെ. അത് കഴിഞ്ഞ് ഡൽഹിയിൽ വന്നപ്പോൾ ഡൽഹിയിൽ അങ്ങനെ ഒരു വർഗ്ഗക്കാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റിയോ നമുക്ക് കാണാൻ, അങ്ങനെ ഒരു കുറേ ആളുകളെ നമുക്ക് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് ഇവിടുത്തെ ജീവിത രീതിയും ഇവിടുത്തെ ആളുകളുടെ പിന്നെ വേഷവിധാനങ്ങളും എല്ലാം വളരെയധികം വ്യത്യാസമാണ്. അതെനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഒരു സിറ്റിയിലുള്ള ഒരു സംസ്കാരത്തിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്കില്ലായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് ജനിച്ചു വളർന്ന സ്ഥലത്ത് ആറ്റിങ്ങലിലെ ബാല്യകാലത്തെ സ്മരണകൾ, പിന്നെ മിക്കവാറും നാട്ടിൻപുറത്തെ ഒരു ലാൻഡ്സ്കേപ്പും ആളുകളുടെ ലളിതമായിട്ടുള്ളൊരു ജീവിത രീതിയുമാണ്. അങ്ങനെയുള്ളൊരു എനിക്ക് അങ്ങനെ ജനിച്ചു വളർന്ന ഒരു ചിത്രകാരനായ മനുഷ്യന് ഈ മെട്രോപൊളിറ്റൻ സിറ്റിയുമായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു വ്യത്യാസമായിട്ട് ഇപ്പോൾ ഹുസൈനെ പോലെയോ അല്ലെങ്കിൽ തയ്യബ് മേത്ത പോലെയോ അവരെല്ലാം സിറ്റിയിൽ, ബോംബെ സിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു വീക്ഷണകോണും എൻ്റെതും തമ്മിൽ വളരെയധികം വ്യത്യാസം. യയാതി എൻ്റെ ചിത്രകലാ ശൈലിയിൽ വന്ന ഏറ്റവും വലിയ വ്യത്യാസം, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നൊരു കാലഘട്ടമാണ് യയാതി. അതിന് കാരണം ചോദിച്ചിരുന്നാൽ, ഞാൻ മുമ്പ് വരച്ചിരുന്ന ചിത്രങ്ങളിൽ യൂറോപ്യൻ ചിത്രകലയുടെ വളരെയധികം അംശമുണ്ടായിരുന്നു. മലയാളം എന്ന് പറയുന്ന ഭാഷ നമ്മുടെ സ്വന്തം, നമ്മൾ ജനിച്ചത് തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഏതോ ഒരു അംശമാണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ വർത്തമാനം പറഞ്ഞിരുന്നാൽ പോലും ആ നമ്മുടെ ഒരു പിന്നെ സ്വന്തമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ അംശം നമുക്ക് മാറ്റി എടുക്കാനൊക്കെ ഇല്ല. അങ്ങനെ ഒരു അംശം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ നമ്മൾ വെറും യൂറോപ്യൻ ചിത്രകലയെ മാത്രം പിന്നെ ആധാരമാക്കി ചിത്രങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഭാരതീയ ചിത്രകല എത്രത്തോളം മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രണ്ടാമത്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ ചിത്രം വരയ്ക്കുന്നത്? ചിത്രം വരയ്ക്കുന്ന വെളിയിൽ നിന്ന് വരുന്ന അമേരിക്കൻകാരനോ ബ്രിട്ടീഷുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിനർക്ക് വേണ്ടിയാണോ, അല്ലേ ഭാരതീയർക്ക് വേണ്ടിയാണോ? അത് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം. പക്ഷേ ആ മാറുന്ന സമയത്ത് ഞാനത് മാറ്റാൻ എൻ്റെ ചിത്രകല ശൈലി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അന്നത്തെ കാലത്ത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും അല്ലെങ്കിൽ ചെയ്യാൻ കഴിയും എന്നെനിക്കന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് യയാതി ചെയ്തത്. യയാതിക്ക് ശേഷം യയാതിക്ക് കിട്ടിയത് വളരെ മിക്സ്ഡ് ഒരു റെസ്പോൺസാണ്. പലരും വളരെ മോശപ്പെട്ട രീതിയിൽ വർത്തമാനം പറഞ്ഞു. പലരും പറഞ്ഞു, ഐ എം ടേക്കിംഗ് ബാക്ക് ദി ആർട്ട് ടു 100 years ബാക്ക്. 100 വർഷത്തിന് മുമ്പോട്ട് ചിത്രകലയെ, ഭാരതീയ ചിത്രകലയെ കൊണ്ടുപോവുകയാണ്. രണ്ടാമത്, ഈ നിറങ്ങൾ ഉപയോഗിക്കുന്നത് ഭാരതീയ ചിത്രകലയിലുള്ള നിറങ്ങളായതുകൊണ്ട് മിക്കവാറും പിക്കാസോയും വാൻഗോഗും കണ്ട് ശീലിച്ച ഈ കലാസ്വാദനം നടത്തുന്ന ഈ വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് യയാതിയെ കണ്ടപ്പോൾ വളരെ ജാറിങ് കളേഴ്സ് ആണെന്ന് തോന്നി. അത് കാരണം പിന്നെ എനിക്ക് കിട്ടിയിരുന്ന ഒരു അക്സെപ്റ്റൻസ്, അതുവരെ കിട്ടിയിരുന്ന ഒരു അക്സെപ്റ്റൻസ് ഭാരതീയ ചിത്രകലയിൽ, അതിൽ നിന്ന് എന്നെ പതുക്കെ ഒരു പുറംകൈ കൊണ്ടൊന്ന് മാറ്റി നിർത്തി. അപ്പോൾ അതിന് എനിക്ക് ദുഃഖമൊന്നുമില്ല. കാരണം അന്ന് വരെ വെളിയിലേക്ക് അയക്കുന്ന എല്ലാ ഇന്ത്യൻ ചിത്രകലയുടെ പ്രസിദ്ധമായ എല്ലാ എക്സിബിഷൻസിലും എൻ്റെ ചിത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ യയാതിക്ക് ശേഷം എൻ്റെ ചിത്രങ്ങൾ വെളിയിലേക്ക് അയക്കാറില്ല.
അത് വെളിയിലുള്ള സായിപ്പിന് ഇഷ്ടമാമോ ഇല്ലയോ എന്നുള്ള ആലോചിച്ചുകൊണ്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അത് ഇപ്പോൾ മാറി തുടങ്ങി. പക്ഷേ ഒരു കാലത്ത് അതൊരു ഒരു വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത്, ഒരു ചിത്രകലയിൽ ആരെങ്കിലും ഒരു പുതിയൊരു രീതി കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എത്രത്തോളം ഓപ്പോസിഷൻ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലായത് ആ കാലഘട്ടത്തിലാണ്. പക്ഷേ ആ എത്രത്തോളം ഓപ്പോസിഷൻ വന്നോ അത്രത്തോളം ചിത്രകലയെക്കുറിച്ച് അധികം വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത, വെറും ചിത്രകല നോക്കാനുള്ള ആഗ്രഹമുള്ള പല വ്യക്തികളും യയാതിയെ ഒരു നല്ല ചിത്രമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ചിത്രകല കാണുന്ന ആളുകൾ ഒരു 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു ഗ്രൂപ്പ് ഞാൻ മുമ്പ് വരച്ച ചിത്രങ്ങൾ വളരെ നല്ലതാണ്, ഇപ്പം വളരെ മോശമായി പോയി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. പുതിയ ചിത്രകലാ രീതിയെ മാത്രം ആസ്വദിക്കുന്ന ആളുകൾ വേറൊരു രീതി. അങ്ങനെ 2 ഗ്രൂപ്പുകളായിട്ട് എൻ്റെ ചിത്രത്തിനെ കുറിച്ച് അറിവുള്ള ആളുകൾ 2ആയിട്ട് മാറി. പക്ഷേ ആ രണ്ടാമത്തെ ഈ പുതിയ അക്സെപ്റ്റൻസ് കിട്ടിയ വ്യക്തികളെ കുറിച്ച് എനിക്ക് കുറെ കൂടെ ബഹുമാനം തോന്നി. കാരണം അവരെ പുസ്തകം വായിച്ചിട്ടല്ല ചിത്രങ്ങൾ നോക്കിയത്. അവർ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിലുള്ള ഒരു ഇന്ത്യൻനെസ്, ഭാരതീയ ചിത്രകലയിലുള്ള ഏതോ ഒരു അംശം കണ്ടിട്ടാണ് ഈ ചിത്രങ്ങളെ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അതുകൊണ്ട് അതേ വഴി തന്നെ ഇനി മുമ്പോട്ട് പോകാനും ഇതിൽ കൂടുതൽ എന്തെല്ലാം പുതിയ എക്സ്പെരിമെന്റ്സ് നടത്തണോ അത് ചെയ്യാനുമുള്ളൊരു ധൈര്യം കിട്ടിയത് യയാതിയിൽ നിന്നാണ്. വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കേരളത്തിലെ ചിത്രങ്ങൾ ഒരു 40 വർഷത്തോളം ഞാൻ ഗവേഷണം നടത്തിയ ഒരു വിഷയമാണ്. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ കണ്ട ആറ്റിങ്ങലത്തെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഓർമ്മ വച്ചാണ് ഞാൻ ശാന്തിയാനത്തിൽ പോയപ്പോൾ ഈ ചിത്രങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. ഞാൻ നന്ദലാൽ ബോസ് കോപ്പി ചെയ്ത അജന്തയും ബാഗ് കേവ്സിന്റെ ചിത്രങ്ങൾ ചവറി കണ്ടപ്പോഴാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആറ്റിങ്ങൽ ഞാൻ കണ്ട ചിത്രങ്ങളും ഇതുപോലെ ഏതോ ഒരു പഴയ സംസ്കാരത്തിന്റെ മാതൃകകളാണെന്ന്. അങ്ങനെയാണ് ഞാൻ കേരളത്തിലെ ചുവർച്ചിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഗവേഷണം നടത്താനും ശ്രമിച്ചത്. പക്ഷേ അന്ന് സാമ്പത്തികമായിട്ട് അത്രയധികം നല്ലൊരു സ്ഥിതിയായിരുന്നില്ല ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് പലയിടത്തും സഞ്ചരിച്ച് പല ക്ഷേത്രങ്ങളിൽ നിന്നും ചിത്രങ്ങൾ കോപ്പി ചെയ്യാനുള്ള ഒരു അവസരം വളരെ വളരെ നല്ലൊരു രീതിയിലല്ല നമുക്ക് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഞാൻ വളരെയധികം ചിത്രങ്ങൾ കോപ്പി ചെയ്യുകയും ചെയ്തു. അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചുള്ള നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും ഞാനന്ന് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതിയിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഒരു സിസ്റ്റമാണിത്. പ്രത്യേകിച്ചും ഓരോ ഏരിയ സ്പെഷ്യലൈസ് ചെയ്യുന്ന രീതി. അത് നമ്മൾ അതുപോലെ അഡാപ്റ്റ് ചെയ്തതെന്നുള്ളേ ഉള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത് ശാന്തിയാനത്തിലാണ്. ശാന്തിയാനത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ശില്പങ്ങൾ ചെയ്യാനും ഗ്രാഫിക് ആർട്ട് ചെയ്യാനും പെയിന്റിങ് ചെയ്യാനും ടെക്സ്റ്റൈൽ ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ ലെതർ ക്രാഫ്റ്റ് ചെയ്യാനും ഇതിനെല്ലാം ഉള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പം ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട്. വയസ്സുകാലത്ത് പ്രണയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെ കൂടെ എൻ്റെ 1 വർഷം സീനിയറായിട്ട് പഠിച്ചതാണ് ചെമ്മേരി. സിനിമയ്ക്കുള്ള ഒരു പോപ്പുലാരിറ്റി അത് ബാക്കിയുള്ള കലാസൃഷ്ടികൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം സിനിമയ്ക്കുള്ളൊരു പ്രത്യേക ഗുണം, സിനിമയിൽ ബാക്കിയുള്ള എല്ലാ രീതികളും, അതായത് ഫോട്ടോഗ്രാഫി, ആക്ടിങ്, തിയേറ്ററിൻ്റെ എലിമെൻസ്, പിന്നെ ഫോട്ടോഗ്രാഫിയുടെ എലിമെൻസ്, പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പല എലിമെൻസും നമുക്ക് ഫിലിമിൽ വരുത്താൻ കഴിയും. അപ്പോൾ പല കലകളുടെ സമ്മിശ്രണമാണ് സിനിമ. ഒരു ചിത്രകലാ പ്രദർശനത്തിൽ
ഒരു ചിത്രത്തിൻ്റെ മുമ്പേ 5 മിനിറ്റെങ്കിലും നിൽക്കുന്ന വ്യക്തികൾ വളരെ കുറവാണ്. അപ്പോൾ ഒരു വ്യക്തി ആസ്വദിക്കാൻ കൂടി വേണം. ഒരു വ്യക്തി ചിത്രം വരയ്ക്കാനും വേറൊരു വ്യക്തി ആസ്വദിക്കാനും. ഇങ്ങനെ 2 ഘടകങ്ങളില്ലാതെ ഒരിക്കലും ഒരു കലയും ഒരു നല്ല രീതിയിൽ നല്ലൊരു രീതിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടാൻ പോകുന്നില്ല. സിനിമയ്ക്ക് കിട്ടുന്നത് മാത്രം അതുതന്നെയും മിക്കവാറും ഉള്ള ഒരു പോപ്പുലർ ഒരു മീഡിയം ആയതുകൊണ്ട് ടെലിവിഷനിൽ കൂടെയോ അല്ലെങ്കിൽ സിനിമയിൽ കൂടെയോ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് കാണാനോ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ആളുകൾ അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ഏറ്റവും വലിയ കാര്യം രവിവർമ്മ പ്രദർശനം ഡൽഹി നടത്തിയത്. അത് വളരെ കോൺട്രവേഴ്സി സൃഷ്ടിച്ചതാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ചിത്രം ആ പ്രദർശനി നടത്തിയതിന് ശേഷമാണ് രവിവർമ്മയുടെ ഒരു റീവാലുവേഷൻ നടന്നത്. ദൈവാധീനം കൊണ്ട് നമുക്ക് ആ പ്രദർശനിയും കംപ്ലീറ്റ് ആയിട്ടും കാണിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം രവിവർമ്മയ്ക്ക് കിട്ടിയ അക്സെപ്റ്റൻസ് എല്ലാവർക്കും അറിയാവുന്നുള്ളതേ ഉള്ളൂ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കുള്ള വില വളരെയധികം വ്യത്യാസം വന്നു. രവിവർമ്മയെക്കുറിച്ച് പലരും സീരിയസ് ആയിട്ട് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ സമഗ്രമായ സംഭാവനയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഒക്കെ വന്നു തുടങ്ങി. ഉപേക്ഷിക്കപ്പെടാൻ കാരണം അതിന് പറ്റിയ യാതൊരു പ്രോത്സാഹനം എനിക്ക് ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇതിൽ ആരെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തില്ലെങ്കിൽ ഇത്രയും വിലയുള്ള സാധനങ്ങൾ എൻ്റെ ചിത്രങ്ങൾ മാത്രമല്ല, എൻ്റെ കയ്യിലൊരു 10-300 മിനിയേച്ചർ പെയിൻറ്റിങ്സിൻ്റെ കളക്ഷനുണ്ട്. എൻ്റെ കയ്യിലൊരു വലിയ ലൈബ്രറി ഉണ്ട്. പിന്നെ അതുകൂടാതെ രവിവർമ്മ കാലഘട്ടത്തുള്ള ഓയിൽ പെയിൻറ്റിങ്സ് ഉണ്ട്. ഇതെല്ലാം പല രീതിയിലും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ കളക്ഷനും എൻ്റെ ചിത്രങ്ങളും എല്ലാം പ്രദർശിപ്പിക്കുന്നതിന് പറ്റിയ ഒരു സ്ഥലം അതായത് നഗരത്തിൻ്റെ നടുക്ക് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയെങ്കിലും ആരും കമ്മിറ്റ് ചെയ്യുന്ന ഒരു രീതി എനിക്ക് കണ്ടിട്ടില്ല. വയസ്സുകാലത്ത് പ്രണയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എൻ്റെ കൂടെ എൻ്റെ 1 വർഷം സീനിയറായിട്ട് പഠിച്ചത് ചമേലിയുടെ അച്ഛൻ ശാന്തിവനത്തിൽ വരികയും അവിടെ ചീനഭവൻ എന്നൊരു സ്ഥാപനം ഉണ്ടാക്കുകയും ചെയ്തു. ചമേലി ജനിച്ചത് ശാന്തിവനത്തിലാണ്. ടാഗോർ ഉണ്ടായിരുന്ന കാലത്താണ് ജനിച്ചത്. ടാഗോറാണ് ചമേലിക്ക് ചമേലി എന്ന് പേര് കൊടുത്തത്. ചമേലി വാസ്തവത്തിൽ മുല്ലപ്പൂ, പിച്ചിപ്പൂ എന്നാണ് ഇന്ത്യയിൽ പറയുന്നത്. പക്ഷെ ചമേലി എന്ന് ഹിന്ദിയിൽ പറയുന്ന അതിന് ചൈനീസ് വാക്കുമായിട്ടെന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നിയിട്ടായിരിക്കും ടാഗോർ അങ്ങനെ ഒരു പേര് കൊടുത്തത്. എൻ്റെ ചിത്രകലയെക്കുറിച്ച് ഏറ്റവും അധികം വിവരവും എനിക്കുള്ള കഴിവും തിരിച്ചറിയാനുള്ള ഒരു ബോധം അന്ന് കാണിച്ചതുകൊണ്ടാണ് ഞാൻ ചമേലിയുമായിട്ട് സ്നേഹമാകാൻ കാരണം. കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്, വാക്കും അർത്ഥവും എങ്ങനെ ഇഴുകിച്ചേരുമോ അതുപോലെയാണ് ശിവനും പാർവതിയും. ഞാനത് തന്നെ എനിക്ക് വേണ്ടി പറയാം. വാക്കും അർത്ഥവും എങ്ങനെ ഇഴുകിച്ചേരുന്നു അതുപോലെയാണ് ഞാനും ചമേലിയും ജീവിതകാലം കഴിഞ്ഞത്. ഇല്ല, പാടാനില്ല. എനിക്കിപ്പോൾ ആസ്മയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ശബ്ദം വരാറില്ല. പാട്ട് നിർത്തിയിട്ട് വർഷങ്ങൾ കുറേയായി. ഞാൻ സംഗീതമാണ് ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സംഗീതത്തിലും എനിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കുട്ടിക്കാലത്തെ നൈസർഗികമായൊരു വാസന സംഗീതത്തിലുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഭേദമായിട്ട് പാടാനും ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നെ ഇപ്പോഴും കേരളത്തിലെ ആളുകൾ ഓർമ്മിക്കുന്നൊരു പാട്ടുകാരനായിട്ട് അല്ല, ചിത്രകാരനായിട്ടല്ല. ഇപ്പം എൻ്റെ കാലഘട്ടത്തിലുള്ള
ആരെടുത്ത് ഓയിനെടുത്ത് ചോദിച്ചെന്നാലും അല്ലെങ്കിൽ സുഗതകുമാരെടുത്ത് ചോദിച്ചാലും അവരെൻ്റെ പാട്ടിനെ കുറിച്ച് പറയും, ചിത്രകലയെ കുറിച്ച് സംസാരിക്കാറില്ല. അതിന് കാരണം അന്ന് എന്നെ അങ്ങനെയാണ് കേരളീയർ കണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഈ ചിത്രകലയിൽ വളരെയധികം ശാന്തിനികേതനത്തിൽ പോയി ചിത്രകലയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ സീരിയസ് ആയിട്ട് ഒരു തൊഴിൽ എന്നുള്ള നിലയിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയത്ത് ഈ ഒരു വിഷമമേറിയ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. ഒന്നുകിൽ ചിത്രകാരനാകുക, അല്ലെങ്കിൽ ഒരു സംഗീതകാരന്, ഒരു മ്യൂസീഷ്യനാകുക. എനിക്ക് തോന്നി ചിത്രകലയിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും എനിക്ക് സംഗീതത്തിൽ കിട്ടുമെന്ന് തോന്നിയിട്ടില്ല. നമ്മുടെ സംഗീതം അത്രയധികം ചിട്ടപ്പെടുത്തിയ ഒരു രീതിയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഓരോ സ്ഥിതികളെ ഒരു കലാകാരൻ വ്യക്തമാക്കണമെങ്കിൽ ഒരു എഴുത്തുകാരന് വാക്കുകളുടെ ആവശ്യം, ഒരു സംഗീതജ്ഞന് വേണ്ടിയത് രാഗവും അത് ഉപയോഗിക്കുന്ന രീതിയും ശബ്ദവും, അതുപോലെ ചിത്രകാരന് വർണ്ണങ്ങളും വരകളും. അപ്പോൾ വർണ്ണങ്ങളും വരകളും ഒരു പ്രത്യേക രീതിയാണെന്ന് വെച്ചോളൂ, ഒരു പ്രത്യേക ഭാഷയാണ്. ആ ഭാഷയിലേക്ക് പോയിരുന്നാൽ ബാക്കിയുള്ള ഭാഷകൾ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ചെയ്ത ആളാണ്.